നല്ലൊരു മുരിങ്ങക്കായ് കിട്ടിയതിൻ്റെ പേരിൽ നടന്നൊരു പ്രഹസനാട്ടോ ഇത്. അപ്പോൾ മുരിങ്ങക്കായ് വെച്ചിട്ട് നല്ലൊരു ചെമ്മീൻ മാങ്ങക്കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ മുരിങ്ങക്കായൻ്റെ തൊലിയെല്ലാം നല്ലോണം കളഞ്ഞ് അതിന് വേണ്ടിയിട്ട് ഒരു തക്കാളി, കാന്താരിൻ്റെ മുളക്, പിന്നെ കുറച്ച് കുഞ്ഞുള്ളി, പിന്നെ പച്ചമാങ്ങ, കറിവേപ്പില ഇതെല്ലാം എടുത്ത് വെക്കട്ടോ. അപ്പോൾ ഇതിലേക്ക് നമുക്ക് തേങ്ങൻ്റെ ഒരു അരപ്പ് വേണം. അപ്പോൾ തേങ്ങയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂട്ടിയിട്ട് വെള്ളം കൂട്ടിയിട്ട് ഒന്ന് അരച്ചെടുത്ത് വെക്കുക. അപ്പോൾ നമ്മൾ ചട്ടി വെച്ചിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കടുകും ഉലുവയും കറിവേപ്പിലയും കായ്മുളകും ചട്ടി കാച്ചിയെടുത്ത ശേഷം അതിലേക്ക് കുഞ്ഞുള്ളി ഇടുക, പിന്നെ തക്കാളി, പച്ചമാങ്ങ ഇതെല്ലാം ഓരോന്നായിട്ടിട്ടിട്ട് വഴറ്റിയെടുക്കുക. ചട്ടിയിൽ വെച്ചാൽ വേറൊരു ടേസ്റ്റ് ഉണ്ടാവുമല്ലോ. മുരിങ്ങക്കായ് ഫ്രീ ആയിട്ട് കിട്ടിയപ്പോൾ പിന്നെ ഒന്നും നോക്കിയില്ല, നല്ലൊരു കറി വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതെല്ലാം ഒന്ന് വാടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മുരിങ്ങക്കായും കൂടെ ഇട്ട് കൊടുത്ത് നല്ലോണം ഇളക്കി കൊടുത്ത ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് വെള്ളം, ആവശ്യത്തിന് ഉപ്പെല്ലാം ഇട്ടിട്ട് ഒന്ന് തിളപ്പിക്കാൻ വെക്കണം. നമ്മൾ തേങ്ങയിൽ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ട് കുറച്ച് മതി, ആവശ്യത്തിന് മതി. മുരിങ്ങക്കായ് നല്ലോണം വെള്ളത്തിൽ കിടന്നിട്ട് വെന്ത് വരണം കേട്ടോ. ഒരു മുക്കാൽ വേവോളം മതി. ബാക്കി തേങ്ങയും കൂടി ഒഴിച്ചിട്ട് പിന്നെ നമ്മൾ കുക്ക് ചെയ്യുമല്ലോ, അപ്പോൾ ബാക്കി വെന്തോളും. അപ്പോൾ ഇപ്പം നല്ലോണം തിളയൊക്കെ വന്ന് നല്ലോണം മുരിങ്ങക്കായ ഒരു മുക്കാലോളം വെന്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷം നമ്മൾ തേങ്ങൻ്റെ അരപ്പ് ഒഴിച്ചു കൊടുത്ത് അപ്പോൾ മിക്സിൻ്റെ ജാറിലേക്ക് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് കുലുക്കിയെടുത്ത് ചട്ടിയിലേക്ക് ഒഴിക്കും. അപ്പോൾ ആവശ്യത്തിന് ഗ്രേവി വേണമല്ലോ, നമുക്ക് കറി അത്യാവശ്യം വേണമല്ലോ, ചോറിൻ്റെ കൂടെയൊക്കെ കൂട്ടുന്നതല്ലേ. അപ്പോൾ അതിന് കണക്കായിട്ടുള്ള കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് എന്ന് വെച്ചിട്ട് നല്ല വെള്ളം പോലെ ആവാനും പാടില്ല, കണക്കായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇതൊന്ന് മൂടി വെച്ച് തേങ്ങ ഒന്ന് തിള വരുമ്പോൾ നമ്മൾ അതിലോട്ടേക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കും. ചെമ്മീൻ കുറേയൊന്നും ഇടൂല കേട്ടോ, ഒരു 1/4 കിലോ ചെമ്മീൻ അത്രയേ വേണ്ട, ഒരു ടേസ്റ്റ് ഫ്ലേവർ ഇറങ്ങാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ ചെമ്മീൻ ഇട്ട് കൊടുത്ത് ചെമ്മീൻ വേഗം വെന്ത് കിട്ടുമല്ലോ. അപ്പോൾ അതുവരെ അടച്ചു വെക്കുക. കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് പിന്നെ സെർവ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ മീനും കൂടെ ഫ്രൈ ആക്കുന്നുണ്ട്. അപ്പോൾ ഉമ്മ അതിൻ്റെ ഇടയ്ക്ക് മീനെല്ലാം മുറിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ അത് പെരക്കിയിട്ട് ഒന്ന് ഫ്രൈ ആക്കണം. നല്ല വലിയ മാന്തയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടൊരു പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കുറച്ച് ക്രഷ്ഡ് ചില്ലിയും കൂടി ഇട്ടിട്ട് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് നല്ലോണം മിക്സാക്കിയ ശേഷം ഓരോ മീനായിട്ട് പുരട്ടിയെടുക്കുക. പിന്നെ വെളിച്ചെണ്ണയിലാട്ടോ ഫ്രൈ ആക്കാൻ, കുറച്ച് വെളിച്ചെണ്ണ മതി. എന്നിട്ട് നല്ലോണം കരിഞ്ഞ് മുരിഞ്ഞെടുക്കില്ല. മത്തിയിലാണെങ്കിൽ നമുക്ക് കറുമുറ, കുഞ്ഞു മത്തിയിലാണെങ്കിൽ അങ്ങനെ മുരിച്ചിട്ടെടുക്കുക. മാന്തൻ്റെ ആ ഫ്ലഷ് അവിടെ തന്നെ കിടക്കണം, എന്നാലാ ടേസ്റ്റ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒരു അതിൻ്റെ ഫ്ലഷ് വേവുന്നവരെ പൊരിച്ചെടുക്കാൻ പാടുള്ളൂ, എന്നാൽ അതിൻ്റെ ടേസ്റ്റ് ഉണ്ടാവാം. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് 2 മാങ്ങ ചമ്മന്തിയും കൂടി ഉണ്ടാക്കീന്, തേങ്ങ ഇട്ടിട്ട് ഉണ്ടാക്കീന്, തേങ്ങ ഇടാണ്ട് മാങ്ങ ചമ്മന്തി നല്ല ടേസ്റ്റാണ് രണ്ടും. അതെല്ലാം ഉണ്ടാക്കി അതിൻ്റെ പരം. അപ്പോൾ നല്ല അടിപൊളി ഊണ് റെഡിയാക്കിയിട്ടുണ്ട്.